ഇപ്പം നമ്മളൊരു വലിയ പബ്ബിൽ പോവാന്ന് വെച്ചു, എത്ര നെഗറ്റീവ് എനർജീസ് അവിടെ. നെഗറ്റീവ് എനർജി ആണ് അവിടെ പബ്ബിൽ. യെസ്. ഈ തെങ്ങിൻ തോപ്പുകളിലൊക്കെ പോയി അവിടെ പോയിരുന്ന് മദ്യപിക്കുന്നത് അടിയാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ കത്തിക്കുത്തുകളിലേക്ക് പോകുന്നു, കൊലപാതകങ്ങളിലേക്ക് പോകുന്നു. അത് ഈ എനർജിയുടെ പ്രശ്നം കൊണ്ടായിരിക്കുമോ? അതും കൂടെ ആകാം. ഇപ്പോൾ ഞാൻ രാജേഷിൻ്റെ കൂടെ ഇരുന്ന് ഈ ഇൻ്റർവ്യൂ തരുമ്പോഴും എൻ്റെ ഒരു പാസ്റ്റ് ലൈഫും അവിടെ നടക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫ്യൂച്ചർ ലൈഫും നടക്കും. അതായത് നമ്മുടെ ഈ ഇൻ്റർവ്യൂ നേരത്തെ കഴിഞ്ഞതാണ്. ഇത് വേറൊരു ആത്മാ വിചാരിക്കുകയാണ്, നരേന്ദ്രമോദി എൻ്റെ അച്ഛനായിട്ട് വരണം. സ്പിരിറ്റ്സ് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് അവർക്ക് കാണിക്കുകയോ എന്തെങ്കിലും വേണമെങ്കിൽ ആദ്യം ഒരു കുട്ടികളെയാണ് പെട്ടെന്ന് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എനർജി വർക്കേഴ്സ് ആകുമ്പോൾ നമ്മൾ ചോദിക്കും വീട്ടിൽ കുട്ടികളുണ്ടോ, അവരെ പ്രൊട്ടക്റ്റഡ് ആക്കാൻ നോക്കും. സാധാരണ എല്ലാവരുടെ പറയും സ്പിരിറ്റ്സ് ആർ ദേർ എവ്രിവെയർ. മദ്യപിച്ച് കഴിഞ്ഞാൽ അവരുടെ വൈബ്രേഷൻസ് ലോ ആവും. അതിപ്പോൾ കുറച്ച് ലോ ആവും സാധാരണ മദ്യപിച്ചാൽ. പക്ഷെ ഇപ്പം നമ്മളൊരു വലിയ പബ്ബിൽ പോവാന്ന് വെച്ചു, എത്ര നെഗറ്റീവ് എനർജീസ് അവിടെ. നെഗറ്റീവ് എനർജി ആണ് അവിടെ പബ്ബിൽ. യെസ്, ഓഫ് കോഴ്സ്. അവിടെ നല്ല കാര്യങ്ങളല്ലല്ലോ. ബഹളം, പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ബഹളവും കാര്യങ്ങളും. നമ്മുടെ എപ്പോഴും വൈബ്രേഷൻസ് ആയിരിക്കുന്നത് നമ്മൾ ശാന്തമായ സ്ഥലങ്ങളിലിരിക്കുമ്പോൾ. അതിപ്പോൾ നല്ല ആൾക്കാരുടെ കൂട്ടത്തിലായിരുന്നാലും ഇറ്റ് ഇസ് എ ശാന്തമായ കാര്യം. പക്ഷെ ബഹളമുള്ള കാര്യങ്ങളും പുകവലി അല്ലേ, എവറിത്തിങ് ഇഫ് യു സീ അറൗണ്ട് നെഗറ്റീവ് കാര്യങ്ങളാണ് ഒരു പബ്ബിൽ പോകുമ്പോൾ നടക്കുന്നത്, ഫോർ ഷുവർ. അതുപോലെ ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർ. സോ ഇവിടെയൊക്കെ പോകും ഒരു ശരീരത്തിൽ ഒരു അവരുടെ ഓറയ്ക്കകത്ത് കയറി സ്റ്റക്കാവാൻ, അവരുടെ ഓറയിൽ സ്റ്റക്കാവും. അപ്പോൾ അവർക്ക് എന്ത് പ്രശ്നങ്ങളും ഉണ്ടായിക്കോട്ടെ അത് ഇരട്ടിയാവും. ഇറ്റ് വിൽ ഡബിൾ വാട്ട് എവർ ദേ ഹാവ്. ഇപ്പോഴും നമ്മൾ നമ്മുടെ എനർജിയെ പറ്റി കോൺഷ്യസ് ആവണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിപ്പോൾ സാധാരണ ആൾക്കാർ ഇപ്പോൾ ക്ലയൻസിനോട് നമ്മൾ പറയും, നമ്മളൊന്ന് മനസ്സിൽ ഇൻറ്റൻറ്റ് ചെയ്താൽ മതി, നമ്മുടെ മൈൻഡ് അത്ര സ്ട്രോങ് ആണ്. കീപ് മീ പ്രൊട്ടക്റ്റഡ് ഫ്രം എനി നെഗറ്റീവ് എനർജീസ് ഓർ എനി നെഗറ്റീവ് ഇമോഷൻസ്. കീപ് മീ പ്രൊട്ടക്ട്. അത് തന്നെ എല്ലാ ദിവസവും പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. നമ്മളൊക്കെ എന്തോ 2 എണ്ണം അടിക്കുമ്പോൾ മൈൻഡ് ലൈറ്റർ ആവുന്നു, എല്ലാവരുടെയും വിചാരം വിഷമങ്ങൾ കുറയുന്നു, പക്ഷെ അത് ഇരട്ടിയാകും. അപ്പോൾ അത് കൂടുതൽ കുടിക്കും. അപ്പോൾ നിങ്ങൾ എന്തോ പറ്റും, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഇസ് ഗോയിങ് ലോവർ. സന്തോഷിച്ച് കുടിക്കുകയാണ്, ഒരു സങ്കടവും ഇല്ല. ബട്ട് സ്റ്റിൽ your vibrations become low. വീണ്ടും ലോ. Yeah, don't think when you drink your vibrations are going high. Yeah. ഈ തെങ്ങിൻ തോപ്പുകളിലൊക്കെ പോയിരിക്കുമ്പോഴേ, അതായത് ഇരുട്ടത്താണ്, അവിടെ പോയിരുന്ന് മദ്യപിക്കുന്നു, അവിടെ ഒരുപാട് എനർജീസ് ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടല്ലോ എനർജി. അപ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ വാഗ്വാദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അടിയാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ കത്തിക്കുത്തുകളിലേക്ക് പോകുന്നു, കൊലപാതകങ്ങളിലേക്ക് പോകുന്നു. അത് ഈ എനർജിയുടെ പ്രശ്നം കൊണ്ടായിരിക്കുമോ? അതും കൂടെ ആകാം. കോൺഷ്യസ്ലി ലീവ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല. ഇപ്പോൾ രാജേഷിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ സംവെയർ ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ഇൻസൈഡ് യുവർ ഹെഡ് യു വിൽ ബി കോൺഷ്യസ്. അതായത് മദ്യപിക്കരുത് എന്നല്ല നമ്മൾ പറയുന്നത്. ദർ ഇസ് എ വേ, ദർ ഇസ് എ പ്ലേസ്. കോൺഷ്യസ്ലി കുടിക്കുന്നവരാണെങ്കിൽ ഓക്കെ, അവർക്ക് അറിയാം എവിടെ നിർത്തണ്ടേ. ജസ്റ്റ് വൺ ഈസ് ഇനഫ് ഫോർ മീ ടു എൻജോയ്. ഇല്ല എത്ര പേരുണ്ട് സോറി ഐ ഡോണ്ട് വാണ്ട്. പണ്ട് കുടിച്ചുകൊണ്ടിരുന്നവരും അത് പറയുന്നവരുണ്ട്, ഉണ്ട്, ബിക്കോസ് ദേ ആർ വെരി കോൺഷ്യസ്. അപ്പോൾ ഈ ആത്മാവ് ഏതാണ്ട് 41 ദിവസം കഴിഞ്ഞു, വാതിൽ തുറന്ന് പോവാനായിട്ട് നിൽക്കുകയാണ്. വാതിൽ തുറക്കുമ്പോൾ എന്താ സംഭവിക്കും? വാതിൽ ആ സമയം വരെ തുറന്നിരിക്കും. അപ്പോൾ ഇവർ എലിവേറ്റ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഇഫ് ദേ ഡോണ്ട്, വൺസ് ദ ബാർ ഡോർ ക്ലോസസ് ദേ വിൽ സ്റ്റേ ഓൺ ദിസ് എർത്ത്. ഇതിവിടെ താഴെ നിൽക്കുന്ന അത്ര സന്തോഷമുള്ള കാര്യമൊന്നും അല്ല, അവരും സ്ട്രഗിൾ ചെയ്യുവാണ്. ഇവർ ആ ലൈറ്റിലോട്ട് പോകുന്നു. എന്തൊക്കെ കൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്? ഈ ആത്മാക്കൾ എന്തുകൊണ്ട് പോകും? ഒന്നും കൊണ്ട് പ്രത്യേകിച്ച് ആത്മാവ് പോകുന്നില്ല. പക്ഷേ പണ്ട് മുതലേ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരാൾ മരിക്കുമ്പോൾ ആത്മാവ് പോകുന്നു എന്നുള്ളത്. പക്ഷെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതല്ല. ആത്മാവ് മാത്രമല്ല പോകുന്നതെന്നുള്ളതാണ്, നമ്മുടെ ഈ ഉപബോധ മനസ്സും കൂടെ പോകും. ഈ ഉപബോധ മനസ്സും സോളും കൂടെ ഇപ്പോൾ 2 അറ്റാച്ച്മെൻറ്റ്സ് ആയിരിക്കും, അത് രണ്ടും എലിവേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഒരു പോയിന്റ് കഴിയുമ്പം ഈ ഉപബോധ മനസ്സ് അവിടെ വെയിറ്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ബാർഡോയിൽ കൂടെ പോകുന്നത് ഈ സോള് മാത്രമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പുനർജന്മം കോൺസെപ്റ്റ് ആസ് പെർ അവർ കർമ്മ തീർക്കാൻ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ഈ കോൺഷ്യസ് മൈൻഡും ഈ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് അടുത്ത ബോഡിയിലോട്ട് പുതിയ ജന്മം നമുക്ക് ഉണ്ടാകുന്നത്. ഇനി ഈ ഒരേ സോളാണോ ജനിക്കുന്നത്? അതാണ്. അതിന് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമുക്ക് എല്ലാവർക്കും ഒരു ഹയർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. ഈ ലൈറ്റിൻ്റെ ജസ്റ്റ് താഴെ നിൽക്കുന്ന ഹയർ സെൽഫ്. എൻ്റെ ഹയർ സെൽഫ് അല്ല രാജേഷിൻ്റെ ഹയർ സെൽഫ്. എൻ്റെ ഹയർ സെൽഫിനാണ് ഈ എൻ്റെ പല സോളുകളും കർമ്മകളും എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഹയർ സെൽഫ് നോക്കുമ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇല്ല. ഈ എർത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ. അതായത് ഇപ്പോൾ ഞാൻ രാജേഷിൻ്റെ കൂടെ ഇരുന്ന് ഈ ഇൻ്റർവ്യൂ തരുമ്പോഴും എൻ്റെ ഒരു പാസ്റ്റ് ലൈഫും അവിടെ നടക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫ്യൂച്ചർ ലൈഫും നടക്കും. അതായത് നമ്മുടെ ഈ ഇൻ്റർവ്യൂ
നേരത്തെ കഴിഞ്ഞതാണ്. നേരത്തെ കഴിഞ്ഞു. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വന്നിട്ടുണ്ട്. ഉണ്ട്. മാത്രമല്ല എൻ്റെ പ്രീവിയസ് ജന്മവും അപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ടൈം ട്രാവൽ ചെയ്തു. ടൈം ട്രാവലിംഗ് ഇസ് എ ടോട്ടലി ഡിഫറെന്റ് തിങ്. ദിസ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു ദാറ്റ്. യെസ്, ഇവിടുന്ന് ചാടി ഞാൻ എൻ്റെ ഫ്യൂച്ചർ ലൈഫിൽ ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ടൈമിൽ എത്തും. ദാറ്റ് ഇസ് ടൈം ട്രാവൽ. വൈ ഡസ് ദാറ്റ് ഹാപ്പൻ? ദിസ് ഇസ് ഹയർ സെൽഫ് നോക്കുമ്പോൾ ഇതെല്ലാം ഒന്നിച്ച് നടക്കണേ. ഇതൊക്കെ ഇപ്പം മെറ്റഫിസിക്കൽ സ്റ്റേജിലാണ്. എന്തോ മെറ്റഫിസിക്സ്, ഇറ്റ്സ് നോട്ട് പ്രൂവൺ ബട്ട് സ്റ്റഡീസ് ആർ ഗോയിങ് ടു ഇറ്റ്. പണ്ട് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലും, ഭൂമിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് മെറ്റഫിസിക്സാണ്. പലതും മെറ്റഫിസിക്സിൽ കിടന്നത് പ്രൂവൺ ആകുമ്പോൾ ഫിസിക്സ് ആകും. ഇപ്പം ഈ മരിച്ചു കഴിഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മെറ്റാഫിസിക്സിൽ കിടക്കാണ്. ബട്ട് സ്ലോലി ഇറ്റ് വിൽ ബി പ്രൂവൺ. ഈ ആത്മാവ് സെയിം ആത്മാവാണോ വരുന്നതെന്ന് ചോദിച്ചാൽ യെസ് ആൻഡ് നോ എന്ന് നമുക്ക് ആൻസർ പറയാം. ഓക്കെ, നൗ ഇപ്പോൾ നമ്മളൊരു കുപ്പി വെള്ളം എടുക്കാമെന്ന് വെച്ചു. ഇത് നമ്മുടെ ഹയർ സെൽഫാന്ന് വെച്ചോ. ഒരു ചെറിയ ഗ്ലാസ് ഉണ്ട്, അത് നമ്മുടെ സോളാന്ന് വെച്ചോ. ഈ കുപ്പിയിൽ നിന്ന് നമ്മളൊരു വെള്ളം ഈ ഗ്ലാസ്സിൽ പകുതി ഒഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ജനിച്ച ആള് ഗ്ലാസ്സിലുള്ള. ഇനി തിരിച്ച് മരിക്കുമ്പോൾ ഇത് ഹയർ സെൽഫായിട്ട് ജോയിൻ ചെയ്യും. ഇനി വീണ്ടും അടുത്ത ജന്മത്തിന് ഈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും. യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ? ഈ സെയിം വെള്ളമാണോ ഇത് രണ്ടും? നേരത്തെയുള്ള ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നേയും ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒഴിച്ചും സെയിം ആയിരിക്കുമല്ലോ. ശരിക്കും ആലോചിച്ച് നോക്കി, സെയിം ആണോ? ആ ഗ്ലാസിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള വെള്ളമായിരിക്കുമല്ലോ. അതിന്റെ ക്വാണ്ടിറ്റി അല്ല ഞാൻ ചോദിച്ചത്. ഇത് ഒരു ഭയങ്കര ചുറ്റിക്കുന്ന ചോദ്യമാണ്. ഈ ഗ്ലാസ്സിൽ ഒഴിച്ച വെള്ളം ഇതിന്റെ ഒരു ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ എക്സാക്ട്ലി സെയിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇല്ലേ, വാട്ടറിനകത്തും മോളിക്യൂൾസ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ഒഴിച്ച വെള്ളവും രണ്ടാമത്തെ ഒഴിച്ച വെള്ളത്തിന്റെ മോളിക്യൂൾസിൽ വ്യത്യാസമുണ്ട്. ബട്ട് ബോത്ത് വാട്ടർ ഇസ് പാർട്ട് ഓഫ് ദ ബിഗ് വാട്ടർ. സോ സെയിം സോൾ ആണോ എന്ന് ചോദിച്ചാൽ ഹയർ സെൽഫിന്റെ ഭാഗമാണ്, പക്ഷെ എക്സാക്ട്ലി ഐഡന്റിക്കൽ അല്ല. ചില കുട്ടികൾ ജനിച്ചതിന് ശേഷം പറയുന്നുണ്ട്, എൻ്റെ പുനർജന്മം അവിടെ ആയിരുന്നു, ഞാനിവിടെ പിന്നെ രാജാവായിരുന്നു അല്ലെങ്കിൽ രാജ്ഞിയായിരുന്നു, ഞാൻ ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പുനർജന്മത്തിനെ കുറിച്ച് ഇപ്പോൾ വളരെ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണോ, ഈ മൈൻഡാണോ ഇവരെ കൊണ്ട് ഇത് സംസാരിപ്പിക്കുന്നത്? എനിക്ക് രാജേഷിനെ പോലും പാസ്റ്റ് ലൈഫിലോട്ട് കൊണ്ടുപോകാം. ഹിപ്നോതെറപ്പിസ്റ്റ് ക്യാൻ ഡു കൊണ്ടുപോകാം. യെസ്, വിത്ത് യുവർ പെർമിഷൻ. മനസ്സിലായോ? വി ക്യാൻ ടേക്ക് യു ടു പാസ്റ്റ് ലൈഫ്. ഒരു പാസ്റ്റ് ലൈഫ് അല്ല, പല പാസ്റ്റ് ലൈഫ്സിൽ കൊണ്ടുപോകാം. അത് ഇങ്ങനത്തെ വലിയ സിദ്ധിയൊന്നും വേണ്ട. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, പാസ്റ്റ് ലൈഫിൽ ഒരു ചെറിയ ഭാഗം പ്രിമിറ്റീവ് മൈൻഡാണ്, വേർ ഓൾ യുവർ പാസ്റ്റ് ലൈഫ്സ് ആർ സ്റ്റോർഡ്. അതാ ഞാൻ പറഞ്ഞ, ഒരു സോള് വരുമ്പോൾ ഇതും കൊണ്ട് വരുമ്പോഴാണ് ഈ പാസ്റ്റ് ലൈഫ്സ് ഇതിൽ സ്റ്റോർഡാണ്. ഈച്ച് ടൈം ദിസ് സബ് കോൺഷ്യസ് മൈൻഡ് ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ ബോഡി, ദ സോൾ എലിവേറ്റ്സ്, ഇറ്റ് കംസ് ബാക്ക്. ഇത് ഫയലാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ ഫയൽ സ്റ്റോറിംഗ് പ്ലേസ്. പക്ഷേ എനിക്കെന്താണ് പഴയ ഓർമ്മകളിൽ ചിലർ മാത്രമാണ് പറയുന്നത്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, രാജാവായിരുന്നു അല്ലെങ്കിൽ മന്ത്രിയായിരുന്നു അല്ലെങ്കിൽ പിച്ചക്കാരനായിരുന്നു എന്ന് പറയുന്നത്. എനിക്ക് മാത്രം എന്താ, ദേ ആർ നോട്ട് എ നോർമൽ സോൾ. അങ്ങനെ പറയാൻ പറ്റുന്നവരൊരു നോർമൽ സോൾ അല്ല. അവർക്ക് കുറച്ച് ഹയർ വൈബ്രേഷൻ ഉള്ള ആൾക്കാരായിരിക്കണം. ആ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, അവർ ഹയർ വൈബ്രേഷൻ ഉള്ളപ്പോഴേ അവർക്ക് അതൊക്കെ കാണാൻ പറ്റുള്ളൂ, ഇല്ല മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് നോർമൽ ആൾക്കാർ ഇപ്പം പലവരും, ഇപ്പം എനിക്കും ഉണ്ട് ക്ലയൻസ് ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, മാഡം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യാറുണ്ടോ? ഉണ്ട്. എന്നാൽ എൻ്റെ പാസ്റ്റ് ലൈഫിൽ കൊണ്ടുപോകും. അപ്പം ഞാൻ അടുത്തത്, ചിലവർ പറയും യെസ് പാസ്റ്റ് ലൈഫ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ തിയറി അനുസരിച്ച് എന്തിന് വെറുതെ നമ്മൾ പാസ്റ്റ് ലൈഫിൽ പോകേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ക്ലിനിക്കൽ ഹിപ്നോതെറപ്പിസ്റ്റ് എന്ന് പറയുന്നത്, ചില സമയത്ത് നമ്മൾ തെറപ്പി ഒരു ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങളിൽ പോകുമ്പോൾ എന്ത് ചെയ്തിട്ടും ആ ക്ലയൻറ്റ് ഓപ്പൺ ആണ് ടു ഹീൽ ആൻഡ് എവറിത്തിങ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടും അയാളുടെ പ്രശ്നം മാറുന്നില്ല. ദാറ്റ് ടൈം വി ടേക്ക് ദം ടു പാസ്റ്റ് ലൈഫ്. ഈ പ്രശ്നത്തിൻ്റെ റീസൺ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വരട്ടെ. അപ്പോൾ വരുന്ന പാസ്റ്റ് ലൈഫ് എന്തുവാന്ന് പറയുക, ഹീൽ ആവേണ്ട പാസ്റ്റ് ലൈഫ്സ് മാത്രമേ പുറത്ത് വരുള്ളൂ. ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് ആയിരിക്കും, പല പാസ്റ്റ് ലൈഫ് ആയിരിക്കും. ഈ ഹീൽ ആവണ്ടേന്ന് വെച്ചാൽ എന്തോ, ചിലപ്പോൾ അവർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും അവരെ കൊന്നിട്ടുണ്ടായിരിക്കാം. മനസ്സിലായോ? നോർമലായിട്ട് മരിക്കാത്ത പാസ്റ്റ് ലൈഫ്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. ആ പാസ്റ്റ് ലൈഫ് അവയർനെസ്സിൽ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് നമ്മളൊരു ഹീലിംഗ് പ്രോസസ്സ് ചെയ്യും. അത് കഴിഞ്ഞ് അത് ഈ ആളുടെ അവയർനെസ്സിൽ അതിൽ നിന്ന് പഠിക്കാൻ എന്തെങ്കിലും കാണും ഇപ്പോഴത്തെ ആൾക്ക്. അത് പഠിച്ചു കഴിയുമ്പോൾ യുവർ പ്രോബ്ലം ഇൻ ദിസ് ലൈഫ്. ജോർജ് മാത്യു സാറിനുമായിട്ട് സംസാരിക്കേണ്ടത് അത് ഈ പുനർജന്മങ്ങൾ എങ്ങനെയാണ് നമുക്ക് പഴയ കാലങ്ങൾ ഓർമ്മ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ 6 വയസ്സ് വരെയൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഓർമ്മകൾ പോകുമെന്നാണ് പറഞ്ഞത്. ഒരാളുടെ പുനർജന്മത്തിനെ കുറിച്ചോ ആ ചിന്തകൾ ഒരു 6 വയസ്സ് വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് എത്രത്തോളം ശരിയായിരിക്കും? ഞങ്ങളുടെ സയൻസിൽ അങ്ങനെ അല്ല പറയുന്നത്. അതായത് ഒരു സോള് വൂമ്പിനകത്താകുമ്പോൾ അത് ആ പുതിയ ലൈഫ് ടൈം തൊട്ടേ കയറും. ഇപ്പം ഞാൻ ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഫയൽ പറയുവാണെങ്കിൽ ഇറ്റ് ഹാസ് സ്റ്റോർഡ് ഓൾ ദിസ്. പക്ഷെ ആ സോള്, ഒരു പർട്ടിക്കുലർ സോള് ഈ സബ് കോൺഷ്യസ് മൈൻഡും കൊണ്ട് വരുന്നത് അതിന് ചില കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ സോളാണ് ചൂസ് ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനത്തെ അച്ഛനും
ഇങ്ങനത്തെ അമ്മയും വേണം. ചില സമയത്ത് യു മസ്റ്റ് ഹാവ് സീൻ ഒരു കപ്പിള്, ഇപ്പോൾ 2 മക്കളുണ്ടായി, അത് കഴിഞ്ഞേച്ച് ചിലപ്പം അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പിന്നെ അവർ വേറെ കല്യാണം കഴിച്ച് വേറൊരു കുട്ടി ഉണ്ടാവുന്നു. അത് കാരണം ആ വരേണ്ട സോള് ചൂസ് ചെയ്യുന്നതാണ്. അത് ചൂസ് ചെയ്യുന്ന അനുസരിച്ച് ഇവർ സെപ്പറേറ്റ് ചെയ്താലേ അതിന് ഇത് രണ്ടും ഇവരെ രണ്ടും ഈ ആത്മാക്കളാണ് തീരുമാനിക്കുന്നത്. യെസ്, ഇറ്റ്സ് എ ലൈഫ് പ്ലാൻ. നമ്മുടെയും സോളുകളുടെ എല്ലാം ലൈഫ് പ്ലാൻസ് തീരുമാനിച്ചിരിക്കും. പക്ഷെ അവരാ ചൂസ് ചെയ്യുന്നത് എനിക്ക് ഈ എക്സ്പീരിയൻസിൽ കൂടെ ഗോ ത്രൂ ചെയ്യണം, അത് എക്സ്പീരിയൻസിൽ കൂടെ ഗോ ത്രൂ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ അച്ഛനും ഇങ്ങനത്തെ അമ്മയും കിട്ടിയാലേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന അച്ഛനും അമ്മയും വേണം. വേണം. ഞാനിപ്പോൾ നാളെ വിചാരിക്കില്ല, ഇപ്പം എൻ്റെ വേറൊരു ആത്മാവ് വിചാരിക്കുകയാണ് നരേന്ദ്രമോദി എൻ്റെ അച്ഛനായിട്ട് വരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ആൾ എൻ്റെ അച്ഛനായിട്ട് വരണമെന്ന് ഒരു സോള് തീരുമാനിച്ചാൽ നടക്കും. അങ്ങനല്ല തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസസ്. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തോ, ഈ ലോകം എർത്ത് എന്ന് പറയുന്ന ഈ സ്കൂളിൽ വി സേ ഇറ്റ് ഇസ് എ സ്കൂൾ. വൈ ഇറ്റ് ഇസ് എ സ്കൂൾ ഓഫ് ഗിവിങ് യു എക്സ്പീരിയൻസസ്. നല്ല എക്സ്പീരിയൻസ് കാണും, പക്ഷേ മോശം എക്സ്പീരിയൻസസ്, പെയിൻഫുൾ. നമ്മൾ ആ പെയിനിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൽ വലിയ ടീച്ചേഴ്സ് ഇല്ല, അല്ലേ? വേദനകൾ നമുക്ക് ആരൊക്കെ തരുന്നു അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് പഠിച്ചാലേ നമുക്ക് ട്വിസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കത് കിട്ടുന്നത് വരെ നമ്മൾ ഇപ്പോൾ 2nd സ്റ്റാൻഡേർഡ് നമ്മൾ തോറ്റു, 3rd നമുക്ക് പോകാൻ പറ്റത്തില്ല. ആ പരീക്ഷ എഴുതി നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് 3rd പോകത്തുള്ളൂ. ഈ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സോള് വരുന്നത്. പെയിൻഫുൾ എക്സ്പീരിയൻസസ്. ഇറ്റ് ഓൾസോ ഫിനിഷസ് ഇറ്റ്സ് കർമ്മ. ആ വേണ്ടെന്നുള്ളത് വലുതാണോ പേരുള്ള അച്ഛനാണോ അങ്ങനെയല്ല അത് തീരുമാനിക്കുന്നത്. ഈ പെയിൻ ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ പെയിൻ എനിക്ക് ഗോ ത്രൂ ചെയ്യണം, എന്നാലേ എൻ്റെ കർമ്മ ഫിനിഷ് ആക്കാം. അവിടെ പിന്നെ നരേന്ദ്രമോദി ഇല്ല, ആരുമില്ല. soul just needs experience of pain to finish the karma. അതൊരു ലെഡ്ജർ ബുക്കാന്ന് വെച്ചോ, ഇത്ര നാൾ ഇതൊക്കെ ചെയ്തു, ഇത് തീർക്കാനാണ് ഞാൻ തീർക്കുന്നത്. ഈ ലെഡ്ജർ ബുക്ക് തീർത്തിട്ട് വേണം എനിക്ക് സ്ഥിരമായി അവിടെ നിൽക്കാൻ. ഇത് ഈ സോളാണോ തീരുമാനിക്കുന്നത് അതോ വലിയ ലൈറ്റ് ആണോ തീരുമാനിക്കുന്നത്? ദേ ഹാവ് എ ബിഗ് പ്ലാൻ. മനസ്സിലായോ? സ്പിരിറ്റ്സ് അറൗണ്ട് ഉണ്ടെന്നുള്ളത്, സ്പെഷ്യലി നമ്മൾ എനർജറ്റിക്കലി സെൻസിറ്റീവ് എനർജി വർക്കേഴ്സ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ സ്പിരിറ്റ് ഉണ്ടോ അറിയാൻ പറ്റും. സ്പിരിറ്റ്സ് എല്ലായിടത്തും ഉണ്ട്. ബട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള സ്പിരിറ്റ്സ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ എപ്പോഴും എനർജി വർക്ക് ഞാൻ ഓഫീസിൽ ചെയ്യുമ്പം എനിക്കിങ്ങനെ ആൾക്കാർ വരുന്നതും ഇത് ഉള്ളതും ഒക്കെ ഫീൽ ചെയ്യാം. പെട്ടെന്ന് കയറുമ്പോൾ ഫീൽ ചെയ്യും. ചിലപ്പം ഇവർ നമ്മളെ അറിയിക്കുകയും ചെയ്യും വിത്ത് സർട്ടൺ സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് പ്രത്യേക സ്മെല്ലുകളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ ഒരു സ്മെല്ല് വരിക, അത് കഴുകാനിട്ടിരിക്കുന്ന തുണികളല്ല, ബാത്റൂമിൽ നിന്നല്ല, ഇല്ല അടച്ചിരിക്കുന്ന മുറിയല്ല, നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. അപ്പം നമുക്കറിയാം ദർ ഇസ് സംബഡി. ഇവർ സ്മെല്ല് നമ്മളെ അറിയിക്കാനും കൂടാണ് അവർ സ്മെല്ല് തരുന്നത്. അപ്പോൾ യൂഷ്വലി നോർമൽ ആൾക്കാരുടെ ഇതിൽ അവരങ്ങനെ അറിയിക്കാറില്ല. അവരറിയിക്കുന്നത് ഒരു റീസണാണ്. ഞാനിവിടെ ഉണ്ട്, അത് അറിയിക്കുന്ന ഒരു റീസൺ ഉണ്ട്. അത് അത്തരം ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ, അല്ലേ? പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില ദിവസം നമ്മൾ റൂമിൽ, അത് ചിലപ്പോൾ നോർമൽ ആൾക്കാർക്കും വരും, നമുക്ക് ഭയങ്കര ഉറക്കം വരുന്നു, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര ഉറക്കം ഇവിടെ കണ്ണിൻ്റെ അറ്റത്തുണ്ട്, വി ക്യാൻ നോട്ട് സ്ലീപ്പ് ഇൻ ദാറ്റ് റൂം. അപ്പോൾ ഞാനിപ്പോൾ ക്ലയൻസിനോട് പറയും, ഒന്ന് ചന്ദനത്തിരി കത്തിച്ചു ഒന്ന് വയ്ക്കുക, പിന്നെ രാത്രി ഒരു എന്തെങ്കിലും ഒന്ന് കത്തിച്ചു വെക്കുക, ലൈക്ക് ഒരു ക്യാൻഡിലോ ഇത്. അപ്പോൾ അതിനൊരു ചേഞ്ച് വരും. ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ വീട്ടിലൊരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഞാനും ഫാമിലിയും കിടക്കുമ്പോൾ മക്കൾക്ക് വരെ അരയ്ക്ക് താരോട്ട് പെയിൻ, ഉറങ്ങാനും പറ്റുന്നില്ല. ആദ്യം ഇത് കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ. സ്പിരിറ്റ്സ് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് അവർക്ക് കാണിക്കുകയോ എന്തെങ്കിലും വേണമെങ്കിൽ ആദ്യം ഒരു കുട്ടികളെയാണ് പെട്ടെന്ന് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എനർജി വർക്കേഴ്സ് ആകുമ്പോൾ നമ്മൾ ചോദിക്കും, വീട്ടിൽ കുട്ടികളുണ്ടോ, അവരെ പ്രൊട്ടക്റ്റഡ് ആക്കാൻ നോക്കും ഫസ്റ്റ്. എങ്ങനെയാ അവരെ പ്രൊട്ടക്റ്റ് ആക്കി? നമ്മൾ ഇതേപോലെ കുട്ടികളെ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ പുകയ്ക്കുന്ന ഇസ് എ വെരി ഗുഡ് തിങ്. അത് ഞാൻ സാധാരണ എല്ലാവരുടെ അടുത്തും പറയും, സ്പിരിറ്റ്സ് ആർ ദെയർ എവ്രിവെയർ. പിന്നെ ഈ വരുന്ന ആൾക്കാരുടെ എനർജീസും ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഗസ്റ്റും കാര്യങ്ങളും വരുന്നവരാണ്, എപ്പോഴും ക്ലീൻ ചെയ്യുക. പണ്ടൊക്കെ നമ്മൾ കൊതുവിനെ ഓടിക്കാനും ഇതൊക്കെ, പിന്നെ വിളക്ക് പണ്ട് കത്തിക്കുമ്പോൾ പുറത്താണ് വെക്കുന്നത്, വെളിയിലാണ് കത്തിക്കുന്നത്, മുറ്റത്ത്. ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. പിന്നെ ആ സമയത്ത് നാമം ജപിക്കും. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ നെഗറ്റിവിറ്റി എല്ലാം ഓടിക്കാനാണ്. യൂഷ്വലി സന്ധ്യ സമയത്ത് ആരും വീട്ടിൽ വരില്ല, ഇല്ലേ? സന്ധ്യക്ക് പോകാൻ പാടില്ല എന്ന് പറയും. ഓൾ ദീസ് തിങ്സ് ആണ് നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായി. ഇതൊക്കെ അന്ധവിശ്വാസം. ബട്ട് ഇതിലൊക്കെ കാര്യമുണ്ട്. പക്ഷെ ഇപ്പം ആരും അത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യണം. അതേമാതിരി ട്യൂസ്ഡേസ് ആൻഡ് ഫ്രൈഡേസ് നമ്മൾ നമ്മുടെ വീട് എല്ലാവരും തുടയ്ക്കുമല്ലോ, തുടയ്ക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പുവെള്ളം ഇടുക.
ഉപ്പിടുക, അതും റോക്ക് സോൾട്ട്, വെറും ഉപ്പല്ല, റോക്ക് സോൾട്ട് ഇടുക. അതേമാതിരി എല്ലാ ദിവസവും ഞാൻ പറയും എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത്, കുളിക്കുമ്പോൾ ലാസ്റ്റ് കുളി ആ ദിവസത്തെ ആവുമ്പോൾ ഇതേമാതിരി റോക്ക് സോൾട്ട് ഇട്ടിട്ട് ദേഹത്ത് വിത്ത് ദ ഇൻറ്റൻഷൻ ക്ലെൻസ് മൈ ഓറ പ്രൊട്ടക്റ്റ് മീ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഒരു ഇൻറ്റൻറ്റ് ചെയ്യുമ്പോൾ അത് സംഭവിക്കും. യെസ്, ബിക്കോസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് വെരി പവർഫുൾ. ആ വിശ്വാസത്തോടെ ചെയ്യണം. ആരാണ്ട് പറഞ്ഞെന്നാൽ ഞാൻ ചെയ്യും, ഡസൻറ്റ് വർക്ക്. നമ്മൾ എനർജി വർക്കേഴ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും ഇതൊക്കെ ചെയ്യും. നമ്മൾ ഹീലിങ്ങും കൂടെ ചെയ്യുവാണ്. നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പം ഈ ക്ലയൻറ്റിൻ്റെ കാര്യങ്ങളും നമ്മളെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു ബാഡ് ഇതിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ബോഡി പെയിൻ വരും, അങ്ങനത്തെ ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 8 ക്ലയൻറ്റിനെ നമ്മൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആരുടെ പെയിനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രൊട്ടക്ഷൻ ഇടും. കോഡ് കട്ടിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്തെങ്കിലും അവരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ കട്ട് ഇറ്റ് ഓഫ്. അത് നോർമൽ ആൾക്കാർക്കും ചെയ്യാം. ഐ എം കട്ടിങ് ഓഫ് ഓൾ കോഡ്സ്. ഈ കോഡ്സ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പൊക്കിളിൽ നിന്നും തേർഡ് ഐയിൽ നിന്നും ചെസ്റ്റിൽ നിന്നും ആലോചിക്കും. ഇപ്പോൾ എല്ലാ ചക്രാസിൽ നിന്നും നമുക്ക് വേണമെന്നില്ല. ഇത്രയും ഒരു നോർമൽ മനുഷ്യന് ചിന്തിക്കാമല്ലോ അല്ലേ? നമ്മുടെ പൊക്കിളിൽ നിന്ന്, ചെസ്റ്റിൽ നിന്നും, അതായത് ഹാർട്ടിൽ നിന്നും, നമ്മുടെ തേർഡ് ഐയിൽ നിന്നും ആളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോഴും വിചാരിക്കും ഇത് അങ്ങനെ കട്ട് ചെയ്യുന്നതിലുണ്ടോ? യെസ്, ഇറ്റ്സ് വെരി സ്ട്രോങ് അങ്ങനത്തെ പ്രാക്ടീസസ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് കോൺഷ്യസ് ലിവിങ്. ഇതിലൊക്കെ കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. എനിക്ക് ഇത്രയും കേട്ടപ്പോൾ നമ്മൾ പഴമയിലോട്ട് പോകുന്നതും കുറച്ച് കാര്യമാണ്. യെസ്, പഴമയിലെ കാര്യങ്ങളൊക്കെ കുറേ ഇപ്പോൾ വെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരു തരത്തിൽ ഈ അണുക്കളിൽ നിന്നും ഇത്തരം എനർജികളിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിനെയും സേവ് ചെയ്ത് വെക്കാം.